ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ പള്ളിയിലൊക്കെ പോയി വന്നു. ഇവിടെ അടപ്പത്ത് ചോറ് വെന്തുകൊണ്ടിരിക്കണ്. വീട് ചൂടുവെള്ളം പകർത്തുന്നു. കറി എന്നിട്ടടിയും ഇന്നലത്തെ വെണ്ടക്കായും തക്കാളിയും. അപ്പം ഇന്ന് രാവിലെ അതെ വെള്ളം കുടിച്ചിട്ട് എൻ്റെ ഫുഡ് കൺട്രോളിങ് ആരംഭിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണേ. ഞാൻ എന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരും നോർമലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ചേട്ടനത് കൺട്രോൾ ചെയ്ത് കഴിക്കണം. ചേട്ടൻ കഴിവ്. ചേട്ടൻ ഡയറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അതുപോലെ തന്നെ ആവുന്നില്ലല്ലോ. ഓക്കെ, ഐ വിൽ ട്രൈ. മഴ ഇങ്ങനെ ചാറി നിൽക്കണ്ട കേട്ടോ. പെയ്യണമില്ല. നേരത്തെ നന്നായിട്ട് പെയ്തിരുന്നു. ഞാൻ പള്ളിയിൽ എത്തിയതിനു ശേഷം നല്ല മഴ പെയ്യണ്ടായി. പക്ഷെ ഇപ്പം ഇങ്ങനെ ചാറി ഇന്നാണെങ്കിൽ ചേച്ചിയോടും ചേട്ടനോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പുല്ല് എത്താനോ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പുല്ലിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. വില കൂടുന്നവ ഇറക്കുമതി ചെയ്ത ടെലികോം ഉപകരണങ്ങൾ, PVC ഫ്ലെക്സ്, ബാനർ, അമോണിയം നൈട്രേറ്റ്. വില കുറയുന്നവ സ്വർണം, വെള്ളി, പ്ലാറ്റിനം, മൊബൈൽ ചാർജറുകൾ, അർബുദ മരുന്നുകൾ, എക്സ്റേ യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ, മീൻ, ചെമ്മീൻ തീറ്റ, ലെതർ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, പാദരക്ഷ, ഗ്രാഫൈറ്റ്. അങ്ങനെ സൂര്യൻ എന്താ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി മഴയില്ലാണ്ട് ഇന്നത്തെ ദിവസം കൊണ്ട് പോയാൽ മതിയായിരുന്നു. ഇത്ര നേരം ഉണ്ടായിരുന്ന ആ ചെറിയ വെയിൽ പോയതേ വീണ്ടും ആകെ ഇരുണ്ട് കറുത്ത് കൂടിയതേ മഴ വരാണ്. ഗ്രേസിന് സ്കൂളിലേക്ക് കൊടുത്തിട്ടായിട്ട് ചെറിയൊരു പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ അതിന് പോവാം. തിരിച്ചു വന്നപ്പോഴേക്കും നല്ല മഴ പെയ്തു. നനഞ്ഞ് കുളിച്ചു. ഗ്രേസിൻ്റെ ബസ് അവിടെ നിന്ന് വന്നു. എല്ലാം ടൈമിന് നടന്നു ഇല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ പിലിച്ചേച്ചിയും ഷൺമോഹൻ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ ഗാർലിക് വൈനെ നീക്കാനുള്ള പരിപാടികൾ നോക്കണം. അപ്പം ഇതിനെടുത്ത് ഇപ്പുറത്തെ സൈഡിൽ വീടിൻ്റെ മുകളിലേക്ക് വെക്കണം. പറിച്ചല്ലെങ്കിൽ നമ്മൾ അവിടെ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായി അതിൻ്റെ മുകളിലേക്ക് പടർത്തണമെന്ന് ഇങ്ങനെ ആലോചനയിലാണ്. ഫുള്ള് വേര് പൊട്ടിയില്ലേ? എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു കമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പൈപ്പ്. ഒരു പുളിയുറുമ്പ് കൂടുണ്ട് കേട്ടോ. ഇവനിപ്പോൾ എല്ലായിടത്തേക്കും പരന്ന് വരും. അപ്പം ഇതിനെ വള്ളി കൊണ്ട് കൂട്ടിക്കെട്ടി ഒരു റോള് പോലെ ആക്കിയിട്ട് അങ്ങോട്ട് വലിച്ചു നിൽക്കാനല്ലേ? അതിനുള്ള നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ കിടക്കുന്ന നോക്കിയിട്ട് കാര്യമില്ല. നല്ല വെയിറ്റ് ഇതൊക്കെ വന്ന് ഒരു കുഞ്ഞ തൈ കൊണ്ട് ഞാൻ കുഴിച്ചിട്ടതാണ്. ഇതിപ്പോൾ പിടിച്ച് ഇത്രയും കാട് പോലെ മാറി. ഇതെനിക്ക് പിടിക്കാനുള്ള ഉള്ളിയാണോ? ഞാനവിടെ കടിക്ക് പോവും. നമ്മൾ വീടിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. കേട്ടേ ഇങ്ങോട്ട് വലിക്കണോ? അത് അങ്ങനെ വെച്ചാൽ പോരില്ല. പോണൊന്നുമില്ല, അനങ്ങണല്ലേ? ഇവിടെ എങ്ങനെയായാലും തടയൂടെ ഒരു തുങ്ങിയെടുക്കല്ലേ? വള്ളി തുങ്ങിയെടുക്കാൻ കൊറേ, അപ്പൊ തടയും. അതിങ്ങനെ കുറച്ച് വെട്ടി കളയാണെങ്കിൽ കുഴപ്പമില്ല.
അവിടേക്ക് തന്നെ ആകെ. കാരണം ഇത് ഇവിടെ കിടന്നാലും ഇതിന്റെ വേര് ഇതുമേക്ക് കടയിൽ കൂടെ കുത്തി വീടുമേക്ക് വരുന്നുണ്ട്. അത് വീണ്ടും അങ്ങനെ ഒന്ന് പൊളിക്കും. അല്ല നല്ലത് അടുത്ത ശല്യമായി മാറും. കുറച്ച് വെക്കുമ്പോ വലിയ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞ് തണ്ട് മാത്രമായിട്ട് കൊണ്ടുപോയി അമ്മക്ക് കയറ്റി കെട്ടി. നമുക്ക് കട പറഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കണ നേരത്ത് കെട്ടഴിച്ചിട്ടാ പോരാ. ഈ പൂന്ന് പറഞ്ഞില്ല സൂപ്പർ പൂവാണ്. വെളുത്തുള്ളിയുടെ മണമാണ്. ഭയങ്കര മണം. ഭയങ്കര മണം. വെളുത്തുള്ളിയുടെ ടൂ മച്ച് മണം. പക്ഷേ ഈ സാധനം ചീഞ്ഞത് അടിച്ചാലേ ഭയങ്കര പാടാ. അതായത് ആ പൂവണ്ട് ഉണ്ടായി 2 ദിവസം കഴിയുമ്പോൾ ഈ അവസ്ഥയിലേക്ക് മാറും. അപ്പൊ നമുക്ക് ശല്യമായിട്ട് തോന്നും. പക്ഷെ അടിപൊളിയാണ്. അല്ലേ നമ്മുടെ പിന്നെ താഴത്തേക്ക് ഇറക്കാം കേട്ടോ. പോന്നോട്ടെ പോന്നോ കഴിഞ്ഞു. ഇതെല്ലാം തൈകളൊക്കെ അവിടെ പായി മുളപ്പിച്ചിട്ടുണ്ടായത്. പിന്നെ വീടിൻ്റെ സൈഡിൽ കാലിയായി. ഇത്ര നാൾ അവിടെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഗാർലിക് വൈൻ്റെ കടേനെ പറിക്കാൻ പോകണ്ടോ. മാക്സിമം കിട്ടുന്ന പോലെ പറിച്ച് നമ്മുടെ അതുമേക്ക് പടർത്താൻ. അപ്പോൾ നമ്മുടെ ഗാർലിക് വൈൻ്റെ കട അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വലിയ വേരുകളൊക്കെ കട്ട് ചെയ്തു. വീടിൻ്റെ ഉള്ളിലേക്ക് താഴത്തെ വടിയിലേക്കൊക്കെ പോകേണ്ട വേരുകളൊക്കെ കട്ട് ചെയ്തു. എന്തായാലും ഇനി അപ്പുറത്ത് കൊണ്ട് നടണം. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തോരം ജീവികളായിരുന്നു പറയുന്നത്. വണ്ടുകളും ഉറുമ്പും എട്ടുകാലികളും. ഞങ്ങളുടെ അരിവാളിന് മൂർച്ച ഉണ്ടാവില്ല. അരിവാളുണ്ടാവും. ആ വേര് പോലുള്ളതും കളയാൻ പറ്റും. കളഞ്ഞേക്കെ കേട്ടോ. ജാതിക്കായ എങ്ങനെ അവിടെ ഒക്കെ ആയിട്ട് വീണ് കിടക്കുന്നുണ്ട്. പറക്കിയിട്ടേ ഇല്ല. അവിടെ നമ്മുടെ വള്ളി തടയണ്ടിട്ട് കേട്ടോ. വെള്ളം കെട്ടിക്കിടക്കാതെ അങ്ങനെ നമ്മുടെ ഗാർലിക് വൈൻ നമ്മുടെ മെഷീൻ്റെ മുകളിലേക്ക് കയറി. ഇനി ഇവിടെ നിന്ന് പടരണം. ഉണങ്ങി പോവാണ്ടിരുന്നാൽ ഇവിടെ പടരും. ഇവിടെ പിലിച്ചേച്ചി നമ്മുടെ പുല്ലിലത്തെ കളപ്പുല്ലുകൾ അതേ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കിട്ടി. ഇത്ര ഏരിയയിൽ നിന്ന് മാത്രമായിട്ട്. നമ്മുടെ ചേട്ടനാ മെഷീൻ്റെ മുകളിൽ കയറിയേക്കണം കേട്ടോ. അപ്പം അത്രയും സ്ട്രോങ് ആണ് സംഭവം. അതിൻ്റെ പച്ചപ്പുള്ള ഭാഗം മുന്നിലേക്ക് ആക്കാനുള്ള ശ്രമമാണ് നടക്കണത്. അപ്പം അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ മാറ്റി വെച്ചത് കാണാൻ സ്റ്റീവ് കൂട്ടർ ഉറക്കത്തിൽ നിന്നിട്ട് വന്നിട്ടുണ്ട്. ഇല്ല ചെടി കണ്ടതി നമ്മുടെ വീടുമേക്കൊക്കെ ചെടി ഇട്ടു. അവിടെ വീടുമേത്തെ ചെടി നമ്മൾ ഇവിടേക്ക് ആക്കി ഉറക്കപ്പിച്ച. ബബ്ബേ സ്റ്റീവ് വന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ബബ്ബേനെ. എവിടെ വെള്ളം? അപ്പം ഇനി നമ്മുടെ ഇവിടുത്തെ
ഷെഡ് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മുടെ പുല്ല് വെട്ടി മെഷീൻ അന്ന് എടുത്ത് വെച്ചാണ്, ഒരു പ്രാവശ്യം വെട്ടിയതിന് ശേഷം. ഇനി ഇന്നാണ് എടുക്കണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം എലിയാണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ ജോണിക്കുട്ട അതിൻ്റെ ഉള്ളിൽ കയറി മൊത്തം തകർത്ത് ഈ ബോക്സുകളെല്ലാം തട്ടി മറിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഡയറ്റ് ആണെങ്കിലും ഇന്ന് കഞ്ഞിയും പയറും കറി കണ്ടപ്പോൾ ഇത്തിരി കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചു. ആ പിന്നെ കഞ്ഞിയല്ലേ ഇച്ചിരി. ആ ഇങ്ങനെ പയറുപ്പേരും കഞ്ഞിയും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയല്ലോ. അപ്പയുടെ അടുത്തിരുന്ന് കഴിച്ചോ? അപ്പടെ തിന്നോ? അപ്പടെ തിന്നോ? അപ്പൊ ചെറിയൊരു തിരുത്തുണ്ട്. നമ്മുടെ ഫുഡ് കൺട്രോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നാളത്തേക്ക് മാറ്റി. നാളെ മുതൽ കൺട്രോൾ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ല തീരെ ഇന്ന് എന്തായാലും കഞ്ഞി കുടിച്ചു പോയില്ലേ. നമ്മുടെ കരിമ്പുകളൊക്കെ അന്ന് ഇവിടെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാനൊന്നും പിന്നെ എടുക്കാൻ പോയില്ല, കാരണം ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. അപ്പോൾ കരിമ്പുകൾ ഇപ്പോഴും ഇവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു കടേനെ പറിച്ചു കൊണ്ടുപോയി ഒന്ന് നോക്കണം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ. കരിമ്പ് കൊള്ളാട്ടെ, ചെറിയ ചെറിയ പീസുകളായിട്ടുണ്ടായിരുന്നെങ്കിലും വീണില്ലെങ്കിൽ സൂപ്പറായിരുന്നു സാധനം. പിലിച്ചേച്ചി മഴയിൽ നനഞ്ഞ് ചവറൊക്കെ വാരിക്കൊണ്ട് കിടക്കാണ്. അന്നൊരു ദിവസം പിലിച്ചേച്ചിക്ക് ഞാൻ ചാക്കോണ്ട് റെയിൻ കോട്ട് ഉണ്ടാക്കിയെന്നൊന്നും പറഞ്ഞു ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. ആ എന്നോട് കമൻറ്റ് ഇട്ടേക്കണ്, ആ ചേച്ചിക്ക് ഒരു റെയിൻ കോട്ട് ശരിക്കുള്ളത് മേടിച്ചു കൊടുക്കായിരുന്നില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ ഞാനിതുവരെ മേടിച്ചിട്ടില്ല റെയിൻ കോട്ട്. ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെയാണ്. ഞാനിതുവരെ റെയിൻ കോട്ട് മേടിച്ചിട്ടില്ല. എന്നോട് കുറേ ദിവസമേ പറഞ്ഞു റെയിൻ കോട്ട് മേടിക്കുന്നു. ഒരെണ്ണം മേടിക്കണമെന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ആകെ മഴ തന്നെ പോയത്. മേടിക്കുമ്പോൾ എല്ലാവർക്കും മേടിക്കണം. മിഡു അങ്ങനെ പോയി, എൻ്റെ തന്നെ മിഡുവിന് യൂസ് ചെയ്യാം. പക്ഷേ ഗ്രേസിനും സ്റ്റീവിനും ഓരോന്ന് മേടിക്കണം. ഇതൊക്കെ മഴയത്ത് ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ സ്റ്റീവും കൂടി ഇവിടെ മുളക് പറിക്കാൻ വന്നേക്കാണ്. നല്ല ചുവന്ന എന്തിപ്പേ ഇതില്ല, ഇത് ഇരിക്കും കൊച്ചിൻ്റെ കൈ. അപ്പം കയ്യിൽ പിടിക്കാം. തൽക്കാലം ഇത്ര മതി. ഇപ്പോഴത്തെ കറിക്ക് ആവശ്യമുള്ളത് മാത്രം. നിന്റെ കയ്യിൽ തരാൻ പറ്റില്ല മുളക്, എരിയും, നല്ല എരിവുണ്ട്. എവിടെയും തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പുകയും. അപ്പം അങ്ങനെ ഉച്ചക്കാലത്തെ ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ട്. ഉച്ചയ്ക്കും ഒരു ഇച്ചിരി ചോറും ഇച്ചിരി ചെമ്മീൻ കറിയും ഇച്ചിരി ക്യാബേജും ഇച്ചിരി അച്ചാറും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ ഡയറ്റിങ് കൺട്രോളിങ് തുടങ്ങാൻ പോകണല്ലോ. ചേച്ചി എങ്ങനെയുണ്ട് മിടുവിൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ കറി? സൂപ്പറാണ്. വെറുതെ പറയുന്നല്ലോ അല്ലേ? വാ അപ്പം എന്തായാലും ഇതൊക്കെ കൂട്ടിയാണ് ഉച്ചക്കാലത്തെ ചോറ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പുല്ലിൻ്റെ ബോർഡർ കട്ട് ചെയ്യാൻ പോകണ്ടോ. കാരണം പുല്ല് നമ്മൾ വെച്ചതിന് ശേഷം കുറേ അങ്ങോട്ട് പടർന്നു പോയിട്ടുണ്ട്. ചുറ്റും എല്ലാ വശത്തും കടന്നുണ്ട്, ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇവിടെ ഇങ്ങനെ നൂല് പിടിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് ലെവലാക്കാൻ പോവാണ്. ഇത്രയും നേരം നല്ല സൂപ്പർ ഉറക്കമായിരുന്നു കേട്ടോ. അടിപൊളി ഉറക്കമായിരുന്നു. തളർന്ന് കിടന്നുറങ്ങിപ്പോയി. ഹലോ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുല്ലിൻ്റെ ബോർഡർ കട്ടിങ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ആ സൈഡൊക്കെ അങ്ങനെ കളഞ്ഞു. ഇവിടെ ഇതേപോലെ ആക്കി. ഇവിടെ ഒന്നുകൂടി ശരിയാക്കാനുണ്ട്. ഇവിടെ ഇങ്ങനെ നീട്ടത്തിലും കട്ട് ചെയ്തു. ഈ ഒന്ന് വെള്ളം പോയാലാണ് ഇതൊന്നും മിഷൻ വെച്ച് നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രേസിനെ കൊണ്ടുവരാനായിട്ട് പോകാൻ പോണേ. ചേച്ചി അങ്ങനെ സ്കൂൾ വിട്ട് വന്നു. ചേച്ചിയുടെ കാല് വേനെടുക്കണം, ചെരുപ്പ് ടൈറ്റായിട്ട്. ശിവേ ചേച്ചി വന്നു. ഓച്ചു ഇരുട്ടെ എന്തിട്ടാ? താങ്ക് യു. കൊച്ചിന് വേണോ? കൊച്ചിന് തരാ പെണ്ണോ എന്നാ ശ്രദ്ധായ അതത് വീടല്ലേ, അതും ഇത് കണി എൻ്റെ പോ. അപ്പം അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിലിച്ചേച്ചിയും ചേട്ടനൊക്കെ പോവാണ്. ടാറ്റ ബൈ ബൈ. അതെ
നാളെ ചേട്ടൻ വരുമോ? വരില്ല. അങ്ങനെ നമ്മുടെ ഗാർലിക് വൈൻ അത് ഇവിടെ നിന്ന് മാറ്റി ഈ ഏരിയ ക്ലിയർ ആക്കിയിട്ടാ. ഇവിടെ ആയിരുന്നു നമ്മുടെ ചെടി കിടന്നിരുന്നത്. ഇവിടെ കണ്ടോ വേര് വീടുമ്മേക്ക് വരെ പിടിച്ച് കയറി, അതിൻ്റെ ഉള്ളിലേക്ക് വരെ പിടിച്ച് കയറിപ്പോയി. നോക്കിയാൽ ഈ വേരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കണം. ഇവിടുത്തെ ചുമര് വരെ ഉണ്ട്. അത്രയും സ്ട്രോങ് സാധനമായിരുന്നു അവൻ. ഇന്ന് പറിച്ചാൽ പോലും കിട്ടണമെന്നില്ല, അത്രയും സ്ട്രോങ് ആക്കി കയറി. അങ്ങനെ പലയിടത്തും അടിയിലൊക്കെ ഇതേപോലെ തുളഞ്ഞു കയറിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ലീക്കിൻ്റെ പ്രധാന കാരണം. അപ്പോൾ എന്തായാലും അവനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ ഇനി ഈ ഷീറ്റിനെ മാറണം. ഈ ഷീറ്റ് ഇട്ടിട്ടെങ്കിൽ ഒരു 1.5 വർഷമായെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു 1.5 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. എന്തായാലും ഈ ഷീറ്റിൻ്റെ ക്വാളിറ്റി ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഒരു 1.5 വർഷം മുമ്പ്. അപ്പോൾ താൽക്കാലിക ലീക്ക് പ്രൂഫിന് വേണ്ടി ഇട്ടിട്ടുണ്ടായതാണിത്. യൂസ്ഫുള്ളായിരുന്നു. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നു. നല്ല സൈസുള്ള ടാർപോളിനാണിത്. പക്ഷെ നമുക്ക് ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ലായിരുന്നു. പൗണ്ട് പിന്നെയാണ് മടക്കിയിട്ടതാ. നമുക്ക് പൂപ്പലായി നോക്കിയാൽ രസമല്ലേ? വലിയ രസമൊന്നുമില്ല. ഇവരൊക്കെ വെള്ളം കുടിച്ചാണ്. ഓ ഇതിൻ്റെ മുകളിലായത് നോക്കിയാൽ സൂപ്പർ. എല്ലാത്തുമ്മേ ഉണ്ട്. ടോർപോളിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ? കീറിപ്പോണേ തനി ചാക്ക്. ഇതാണ് ക്വാളിറ്റി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര നാളിത് വെയിൽ കൊണ്ട് കിടക്കായിരുന്നു, നമ്മൾ എടുക്കണില്ല. മഴയും വെയിലൊക്കെ കൊണ്ട് കിടന്ന ടാർപോളിനാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പൊടിഞ്ഞങ്ങോട്ട് പോകും. അതുകൊണ്ടാ വലിയ സൈസുമാണിത്. അയ്യോ വലിക്കാൻ പോലും പറ്റണില്ല. പക്ഷെ സൈഡിൽ ഇവർ കൊടുത്തേക്കണ കയറ് ഭയങ്കര സ്ട്രോങ് ഉണ്ടോ. ഈ കയറുണ്ടല്ലോ, ഇത് നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ്. നമ്മൾ എത്ര വലിച്ചാലും പൊട്ടേ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഈ ഉക്കുകളായാലും ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് അവർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർപോളിങ് കിടന്ന സ്ഥലം കേട്ടോ. ഇവിടെ ആയിട്ടാണ് നമുക്ക് ലീക്കുള്ളത്. ഇവിടെ ഒരു വര കണ്ടോ? ഈ വരയുടെ ഇത് കൂടെയാണ് നമ്മുടെ ലീക്കുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ സിമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതേ ഹൈറ്റ് ആക്കിയേക്കുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പം ഇനി ഇവിടേക്ക് ഇടാനുള്ള അടുത്ത ഷീറ്റ്. ഈ ഷീറ്റ് മേടിച്ച് ആ സമയത്ത് തന്നെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായതാണ് ഈ ഷീറ്റ്. ഇതിൻ്റെ സൈസ് വരുന്നത് വില വന്നത് 450 രൂപ 500 രൂപയായിരുന്നു. ഇതിന്മേ MRP ഇട്ടേക്കുന്നത് 1100 ഇതിൻ്റെ സൈസ് 9x6 170 G ഇതിൻ്റെ ആ ഒരു തിക്നെസ്. പിന്നെ ഇതിനിവിടെ കൊണ്ട് വിരിക്കണം. ഇത് വിരിച്ചിട്ട് വരാം കേട്ടോ. ഒന്ന് നിർത്തിയെടുത്തേ. ഇതാണ് നമ്മുടെ ടാർപോളിൻ. ഇത് 9x6 9 അടി പോരാ, നമുക്ക് ഇച്ചിരി കൂടി വേണം. ഇവിടെ എവിടെ ലീക്കെന്ന് നമുക്കറിയില്ല, എന്നാലും ഇവിടെ വരെ ഇടാറുണ്ട്. അപ്പോൾ ഇത്ര സ്ഥലം കൂടി നീണ്ട് കിട്ടണം. അപ്പോൾ വേറെ എന്തെങ്കിലും സാധനം കൂടി ഇപ്പോൾ ഇവിടെ വിരിച്ചിട്ടാലേ നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പഴയ ടാർപോളിനെ കഷ്ണം കട്ട് ചെയ്ത് ഇവിടെ ഇടണം ഒരു പീസ്. അതിൻ്റെ ഒരു പീസ് പോലും എടുക്കാൻ പറ്റില്ല, ഇത് പൊടിഞ്ഞു പോവാം. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനെ തന്നെ കിടക്കട്ടെ. നാളെ വേറെ പീസ് അല്ലെങ്കിൽ നാളെ വേറെ വലിയ ടാർപോളി മേടിച്ചുകൊണ്ട് ഇടാം. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. Allah